അപ്പൊ അച്ഛന്റെ ഈ ഒരു 15 വർഷത്തെ മിനിസ്ട്രി ലൈഫിൽ ആരെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടോ, വിഷമിപ്പിച്ച് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഒത്തിരി പേര് വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ബോധപൂർവം മുറിപ്പെടുത്താൻ വേണ്ടി നമ്മൾ ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല. ഒന്ന്, നമ്മളൊരു ശുശ്രൂഷാലയത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു സീരിയസ്നെസ് ഉണ്ട്, അതുമായി ബന്ധപ്പെട്ടു. പിന്നെ നമ്മളൊരു ഭവനത്തിന്റെ ചില ഉത്തരവാദിത്തങ്ങൾ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. അത് വിട്ടുവീഴ്ച ചെയ്താൽ പിന്നെ നമുക്കത് എല്ലാം കയ്യിൽ പോകും. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ചിലരോടൊക്കെ എനിക്ക് ഇച്ചിരി ഹാർഷായിട്ട് സംസാരിക്കേണ്ട വന്നിട്ടുണ്ട്, ദേഷ്യപ്പെടേണ്ട വന്നിട്ടുണ്ട്, വെട്ടൊന്നും മുറി രണ്ട് എന്ന രീതിയിലൊക്കെ ചിലപ്പോൾ പറയേണ്ടതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആരെങ്കിലും മുറിപ്പെടുത്താനോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് അവരോടൊരു വെറുപ്പുള്ളതുകൊണ്ടൊന്നും പറഞ്ഞൊന്നുമല്ല. നമ്മൾ ശുശ്രൂഷ മനോഹരമായിട്ട് പോകണം എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ വൈകാരികതയും വ്യത്യസ്തതകളുണ്ടല്ലോ. ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്റ്റർബ്ഡായി നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ഇമോഷണലി ഒക്കെ ചിലപ്പോൾ നമ്മൾ പറഞ്ഞെന്നിരിക്കും. അത് നമ്മൾ തന്നെ പെട്ടെന്ന് പ്രാർത്ഥന റിയലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മാപ്പ് പറഞ്ഞിട്ടുണ്ട്, സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അൺനോയിങ്ങിൽ ഒത്തിരി പേരെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ട് എനിക്കറിയാം. ഒരു ശനിയാഴ്ച കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ഒരു സഹോദരൻ എടുത്തെന്ന് പറഞ്ഞു, അച്ഛൻ ഇന്ന ആളറിയാവോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാം, ഇപ്പോൾ 2 മാസമായിട്ട് ഇവിടെ കാരിസ്മയിൽ വരുന്നില്ല, അച്ഛനത് ശ്രദ്ധിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തിരക്കിൽ ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഒത്തിരി പേര് കൺവെൻഷൻ ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പോൾ സാർ ബിജിലച്ചൻ കാരണം വരാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണമോ? അയ്യോ, അത് ഞാൻ കാരണം ശുശ്രൂഷയ്ക്ക് വരാതിരിക്കുന്നത് അത് ഞാൻ അങ്ങനെ നമുക്കറിയാനുള്ളൊരു ഇതായി. അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛനെ ഈ സഹോദരി ഫോണിലൂടെ വിളിച്ചു, അച്ഛൻ്റെ അടുത്ത് വന്ന് മകനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ശനിയാഴ്ച കൺവെൻഷൻ കഴിയുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. മകനെ കൂട്ടിക്കൊണ്ടിട്ട് ശനിയാഴ്ച കൺവെൻഷൻ കഴിയുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. ഈ സഹോദരി മകനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റ പാടാ സഹോദരിക്ക് അറിയത്തുള്ളൂ, അങ്ങനെ ഒരു പയ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു ശനിയാഴ്ച കൺവെൻഷൻ കഴിഞ്ഞ അച്ഛൻ പറഞ്ഞ ദിവസം ഈ പുള്ളിക്കാരത്തി മകനായിട്ട് വന്നു. എനിക്ക് വേറൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, അന്വേഷിച്ച് പോകേണ്ട ഒരു ശുശ്രൂഷ, അന്വേഷിച്ചിട്ട് സിക്കായപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ശനിയാഴ്ച കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങി വന്നു. ഇവർ വന്നിട്ടുണ്ട്, വേറെ കുറേ പേരുണ്ട്. പുള്ളിക്കാരത്തി കൊച്ചിനെ കൊണ്ട് വന്നു. അച്ഛൻ പറഞ്ഞിട്ടാ വന്നേ, സംസാരിക്കണം. അതിനോട് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി തിരക്കാണ്, പരിപാടിക്ക് പോകണം. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറ്റും. ജസ്റ്റ് ബ്ലസ് ചെയ്തിട്ട് ഞാൻ പോയി. പുള്ളിക്കാരത്തിക്ക് ഭയങ്കര ഹേർട്ടായി. അച്ഛനെ ഫോൺ വിളിച്ച് നേരത്തെ പറഞ്ഞതാണ്, അച്ഛൻ ഇന്ന സമയത്ത് വരാൻ പറഞ്ഞതാണ്, ഞാൻ എന്ത് കഷ്ടപ്പെട്ട മകനെ കൂട്ടിക്കൊണ്ടുവന്നു. അച്ഛൻ ജസ്റ്റ് തലയ്ക്ക് വെച്ചിട്ട് ബ്ലസ് ചെയ്ത് അച്ഛനെ കൊടുത്തു. അപ്പം നമ്മളത് ബോധപൂർവ്വം ചെയ്താണെന്ന് ചോദിച്ചല്ല, നമ്മുടെ ശുശ്രൂഷയുടെ തിരക്ക് കൊണ്ട് ആരും നൂറുകണക്കിന് ആൾക്കാർ ഫോൺ വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവരുടെയും ഫോൺ എടുക്കാൻ പറ്റും. ഒത്തിരി പേര് പ്രാർത്ഥനാ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ഞാൻ ഫോൺ വിളിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്, സോറി. അങ്ങനെ എല്ലാ അന്വേഷിച്ചിട്ട് അങ്ങനെ സിക്കായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകേണ്ട വന്നു, ബോധപൂർവ്വമല്ല എന്ന് ഞാൻ പറഞ്ഞു. പുള്ളിക്കാരത്തിക്ക് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചപ്പോൾ തന്നെ കുറേ പുള്ളിക്കാരത്തി ഓക്കെ ആയി. പിന്നെ ഞാൻ പറഞ്ഞു നാളെ തന്നെ